ഇൻസ്റ്റാഗ്രാമിൽ 10K 20K 30K 100K ഫോളോവേഴ്സ് വേണം ഇൻസ്റ്റാഗ്രാമിൽ. വീഡിയോ മുഴുവനായിട്ട് കാണും മച്ചന്മാരെ. എന്തായാലും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് മച്ചന്മാരെ. പിന്നെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ 10K 100K അതായത് 1 ലക്ഷം ഫോളോവേഴ്സ് ഫുള്ളായിട്ട് കാണണേ 10 ലക്ഷം ഫോളോവേഴ്സ് വരെ കൂട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പം മച്ചന്മാരെ, അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നെ നിങ്ങൾ പുതിയതായിട്ടായിരിക്കും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മച്ചന്മാരെ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഞാൻ ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടുന്ന വീഡിയോകളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടുന്ന വീഡിയോയിലേക്ക് പോയാലോ. പിന്നെ എനിക്ക് പറയാനുള്ള ഒരുപാട് പേര് വീഡിയോ സ്കിപ്പ് അടിക്കില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബ്രോ നിങ്ങൾ പറഞ്ഞ സൈറ്റിൽ നിന്നൊക്കെ ഞാൻ ഫോളോവേഴ്സ് കൂട്ടി, ഫ്രീ ഫോളോവേഴ്സ് കൂട്ടി, പക്ഷേ അത് ഡ്രോപ്പ് ആവുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 100 ഫോളോവേഴ്സ് ചെയ്യുമ്പോൾ ചില അക്കൗണ്ടുകളൊക്കെ ബ്ലോക്കായി പോകുന്നതിൻ്റെയാണ്, അല്ല വേറെ ഇഷ്യൂസൊന്നുമില്ല. നിങ്ങളങ്ങ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് എന്തോന്നറിയോ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന സാധാരണക്കാർക്കും അതേപോലെ അത്യാവശ്യം ഫണ്ടുള്ളവർക്കും എല്ലാവർക്കും മൊത്തം ആൾക്കാർക്കും ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും കുറഞ്ഞ പൈസയ്ക്കും കൂട്ടാം. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് വേണമെങ്കിൽ കൂടുതൽ ഫണ്ട് വേണം, കുറച്ച് ഫോളോവേഴ്സ് വേണമെങ്കിൽ കുറച്ച് ഫണ്ട് ഇറക്കിയാൽ മതി. അതും 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഫോളോവേഴ്സ് കിട്ടും, 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് 3 രൂപയ്ക്കൊക്കെ ലൈക്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. അതും നമ്മുടെ കേരളത്തിലുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പൈസ, ഇപ്പോൾ പലർക്കും ഇങ്ങനെ പൈസ കൊടുത്തൊക്കെ ഫോളോവേഴ്സ് വാങ്ങാൻ താല്പര്യമുണ്ട്. ഒരുപാട് പേര് എനിക്കും മെസ്സേജ് അയക്കാറുണ്ട്, ബ്രോ ഞാൻ പൈസ തരാം, ഫോളോവേഴ്സ് കൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ട്രസ്റ്റ് ഇല്ല, ഒന്നിലും ട്രസ്റ്റ് ഇല്ല അല്ലേ. ഇപ്പോൾ ഏത് സൈറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയ പൈസ പോകുമെന്നൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന കേരളക്കാരിറക്കിയ ഒരു വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കെന്ത് ഫോളോവേഴ്സും ലൈക്സും ഒക്കെ വാങ്ങാൻ സാധിക്കും. അത് കുറച്ച് പൈസ കൊടുത്തു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക. അത്രയും സപ്പോർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പരിചയപ്പെടുത്തി തരാം. എന്തായാലും ഇത് ഇങ്ങനെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പ്രയോജനമാവും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും സൈറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് keralabooster.com എന്നാണ്. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം കേട്ടോ. വെബ്സൈറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുണ്ട് കണ്ടോ, ഏറ്റവും താഴെ ഈ ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈറ്റിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. മലയാളികൾ ഇറക്കിയ വെബ്സൈറ്റാണ് കേട്ടോ, keralabooster.com കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്ക്. നെയിം കൊടുക്കണം, ഓക്കെ, നെയിം കൊടുക്കണം, ഇമെയിൽ കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം. അവിടെ ആ ഫസ്റ്റ് ബോക്സിൽ അടിച്ച സെയിം പാസ്വേഡ് തന്നെ നമ്മൾ കൺഫേം പാസ്വേഡിലും എൻ്റർ ചെയ്യണം. ശേഷം ഈ താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങളിത് കണ്ടുവെക്കുക. ഇതിപ്പോൾ ഓർഡർ ചെയ്യാനല്ലാത്തവർക്കും ഓർഡർ ചെയ്യാൻ പ്രയോജനപ്പെടുന്നവർക്കും ഇതൊന്നും മനസ്സിലാക്കി വെക്കാമല്ലോ. ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേര് എൻ്റർ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ശേഷം ഞാനിവിടെ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മൾ ഇവിടെ വാട്സപ്പ് നമ്പർ ചോദിക്കുന്നുണ്ട്, കൊടുക്കണമെന്നില്ല, താല്പര്യമുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുക്കുക. ശേഷം നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്കിതിൽ അക്കൗണ്ട് റെഡിയാവും കേട്ടോ. ഞാൻ ഇവിടെ അക്കൗണ്ട് റെഡിയായി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് നമ്മൾ അക്കൗണ്ട് എടുത്ത് കയറുമ്പോഴേ നമ്മൾ ഇവിടെ സേവ് എന്നും പറഞ്ഞ് വരും കേട്ടോ. ഇതൊന്ന് സേവ് ചെയ്യണം, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സൈറ്റ് ഓപ്പൺ ആകുമ്പോഴേ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് പാസ്വേഡ് ഒന്നും അടിക്കേണ്ട, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ വരും, തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനത് ബ്ലറാക്കിയത് എന്താണെന്നറിയോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഒന്നും എനിക്ക് ഈ വീഡിയോ കാണിക്കാൻ പറ്റില്ല, പ്രൂഫ് കാണിക്കാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല മച്ചന്മാരെ, വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം നമ്മൾ വീഡിയോ കാണിച്ചാലേ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എൻ്റെ ചാനലിന്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ സൈറ്റ് വർക്കിംഗ് ആണ്, കേരള ബൂസ്റ്റർ എന്നാണ്, കേരളക്കാരിറക്കിയ വെബ്സൈറ്റാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് റെഡി ആയല്ലോ. ഇനി നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഹോം സ്ക്രീൻ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. നിങ്ങൾക്ക് ഇപ്പോൾ പലപ്പോഴും ഒക്കെ ഫോളോവേഴ്സൊക്കെ കൂട്ടണമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ സൈറ്റ് റീസെർച്ച് ചെയ്ത് വരേണ്ടി വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ സൈറ്റ് നമ്മുടെ ഹോം സ്ക്രീനിൽ ആപ്പ് പോലെ ആക്കിയിടാൻ പറ്റും. അതിന് വേണ്ടി നിങ്ങൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടാണ് ഇവിടെ കണ്ടോ ആഡ് ടു ഹോം സ്ക്രീൻ. ഈ ആഡ് ടു ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ മെനുവിൻ്റെ അടുത്ത് ആപ്പിനോടൊപ്പം വന്ന് കിടക്കും നമ്മുടെ സൈറ്റ്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ വരും. ആഡ് കൊടുക്കണേ.
അപ്പോൾ അത് തീർച്ചയായിട്ടും കൊടുക്കണം. പിന്നെയും പിന്നെ നിങ്ങൾക്ക് ലൈക്സ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിലേ നിങ്ങളിടുന്ന പോസ്റ്റിനൊക്കെ ലൈക്സ് ഒക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെനുവിനകത്തുനിന്ന് തന്നെ ഡയറക്റ്റ് കയറി വരാവുന്നതാണ്. നിങ്ങളിടുന്ന പുതിയ പോസ്റ്റിന് ചീപ്പ് റേറ്റാണ് ഈ സൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരികയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ സർവീസ് എന്ന് കണ്ടോ മച്ചന്മാരെ, ഈ സർവീസ് കണ്ടോ, ഈ സർവീസ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ലൈക്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം വ്യൂസ് ഉണ്ട്, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് വരെയുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂട്ടാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ താപ്പോട്ട് നീക്കി വരുമ്പോൾ കാണാൻ സാധിക്കും 1000 ഫോളോവേഴ്സിന് 280 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്വാണ്ടിറ്റി അടിക്കാനുണ്ട്, ക്വാണ്ടിറ്റി. അതിന് മുന്നേ മേളൊരു ലിങ്ക് എന്നുള്ള ബോക്സിലുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ലിങ്ക് എന്നുള്ള ബോക്സിനകത്ത് ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്? സമാധാനത്തിൽ ഇരുന്ന് കാണണം, എന്നാലും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും, തലയിലോട്ട് കയറത്തുള്ളൂ. ഈ ലിങ്ക് എന്നുള്ള ബോക്സിൽ നിങ്ങൾ എന്താണ് എൻ്റർ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഏത് ഇൻസ്റ്റാഗ്രാമിലേക്കാണോ ഫോളോവേഴ്സ് കൂട്ടുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം വേണം ആ ലിങ്ക് എന്നുള്ള ബോക്സിൽ എൻ്റർ ചെയ്യാൻ. ലിങ്ക് കൊടുക്കണമെന്നില്ല, യൂസർ നെയിം എൻ്റർ ചെയ്താൽ മതി. ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ട് പബ്ലിക് ആണെങ്കിൽ കയറുള്ളൂ. ഓക്കെ. ശേഷം ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ള രണ്ടാമത്തെ ബോക്സ് എന്താണ്? എത്ര ഫോളോവേഴ്സ് വേണമെന്നുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 500 ഫോളോവേഴ്സിന് എത്ര വേണ്ടത്? 140 രൂപയെ വരുന്നുള്ളൂ. ഓക്കെ. 100 ഫോളോവേഴ്സിന് എത്ര രൂപയാണ്? 28 രൂപ. 1000 ഫോളോവേഴ്സിന് എത്ര രൂപയാണ്? 280 രൂപ. ഓക്കെ. 10,000 ഫോളോവേഴ്സിന് എത്രയാണ്? 2800 രൂപ. ഓക്കെ. ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും കേട്ടോ, ഒരു വിഷമവും വേണ്ട, ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാം. പിന്നെ ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താപ്പോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഏറ്റവും അടിയിൽ വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സാപ്പിൽ പോയി മെസ്സേജ് ചെയ്യാം. ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈക്സ് എങ്ങനെ കൂട്ടുന്നത് നോക്കാം. അതിന് വേണ്ടി ഇവിടെ സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം ലൈക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം 1000 ലൈക്സിന് 60 രൂപ. ജസ്റ്റ് താപ്പോട്ട് നിൽക്കിയാൽ ഇവിടെ ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടേണ്ടത് ആ ഫോട്ടോയുടെ ലിങ്ക് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി എത്ര ലൈക്കാണ് വേണ്ടത് എൻ്റർ ചെയ്തിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. ഓർഡർ ചെയ്യാൻ നേരത്തെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയുടെ ലിങ്ക് കോപ്പി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയുടെ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യുക, അതിൽ തന്നെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഓക്കെ. ഇനി വ്യൂസ് എങ്ങനെ കൂട്ടാം? ഇവിടെ ഇൻസ്റ്റാഗ്രാം വ്യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ലിങ്ക് എന്നുള്ള ബോക്സിൽ ഏത് വീഡിയോയ്ക്കാണോ വ്യൂസ് കൂട്ടേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് ക്വാണ്ടിറ്റി എത്ര വ്യൂസ് ആണോ വേണ്ടത് അത് എൻ്റർ ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക, ഓർഡർ ചെയ്യുക. ഓക്കെ. ഇപ്പം മനസ്സിലായല്ലോ. വ്യൂസ് കൂട്ടണമെങ്കിൽ എന്തിൻ്റെ ലിങ്ക് കൊടുക്കണം? റീലിൻ്റെ ലിങ്ക് കൊടുക്കണം. ലൈക്ക് കൂട്ടണമെങ്കിൽ എന്തിൻ്റെ ലിങ്ക് കൊടുക്കണം? ഫോട്ടോയ്ക്കാണോ ലൈക്ക് കൂട്ടണമെങ്കിൽ ഫോട്ടോയുടെ ലിങ്ക് കൊടുക്കുക. റീൽസിന് ആണെങ്കിൽ ലൈക്ക് കൂട്ടണമെങ്കിൽ റീൽസിൻ്റെ ലിങ്ക് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോസ് കൂട്ടണമെങ്കിൽ എന്ത് ലിങ്ക് എന്നുള്ള ബോക്സിൽ എന്താണ് കൊടുക്കേണ്ടത്? ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കയറണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത്? നമ്മുടെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ. ഓക്കെ. ഇനി ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാം? എനിക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ കറൻറ്റ് ബാലൻസ് വെറും 0 ആണ്. ഫണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഫോളോസ് ഓർഡർ ചെയ്യാൻ പറ്റൂ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കൊടുത്ത് ഫോളോസ് കൂട്ടാൻ താല്പര്യമുള്ളവർക്കും 10 രൂപ 20 രൂപ കൊടുത്ത് ഫോളോസ് കൂട്ടാൻ താല്പര്യമുള്ളവർക്കും ഈ സൈറ്റ് ഉപയോഗിക്കാം. കൂടുതൽ ഫോളോവേഴ്സ് പ്രൊഫഷണലായിട്ട് കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഡെപ്പോസിറ്റ് നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സൈറ്റിൻ്റെ താഴെ ചെന്നാലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം. ഓക്കെ. ഞാനിവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡെപ്പോസിറ്റ് നൗവിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ. ശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് മച്ചന്മാരെ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാനും പറഞ്ഞുതരാം, ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അഥവാ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ എലിയാന്നല്ലോ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കാം. ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ കാണാൻ സാധിക്കും ഒരു QR ഉണ്ടല്ലോ, ഈ QR ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ പേയ്മെൻറ്റ് ചെയ്ത ആപ്പിൽ നിന്നും ട്രാൻസാക്ഷനായിട്ട് ഇവിടെ കൊടുക്കുക. എത്ര എമൗണ്ട് പേ ചെയ്തെന്ന് വെച്ചാൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക. ശേഷം പേ കൊടുത്താൽ ഈ ബാലൻസ് വരും ആ ഫണ്ട്. അപ്പോൾ ഞാൻ ഒരു 280 രൂപ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഫോൺപേ ആപ്പാണ് ഓപ്പൺ ആക്കുന്നത്. ഓക്കെ. ഫോൺപേ ഭയങ്കര വേല്. ഇപ്പോൾ ഇത് എവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ പറയാമോ? ഞാനിപ്പോൾ ഇരിക്കുന്നത് വീടിൻ്റെ മേളിലാണ് ഗൈസ്. ഓക്കെ. താഴെയൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്, അമ്മലെ എന്താണ് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് മച്ചാന്മാരെ എല്ലാവരോടും. അപ്പം എന്തായാലും നമ്മളിവിടെ ഫോൺപേ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോൺപേ ഗൂഗിൾ പേ വഴി എല്ലാം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഫോൺപേ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇവിടെ QR എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം നമ്മളിവിടെ അപ്ലോഡ് ക്യു ആർ എന്നുണ്ട് കണ്ടോ, അതാണ്ട് അപ്ലോഡ് ക്യു ആർ. ഈ അപ്ലോഡ് ക്യു ആർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ചെയ്യണം. ഇതാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് 280 എൻ്റർ ചെയ്യുന്നു. പ്രൊസീഡ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ UPI പിൻ എൻ്റർ ചെയ്യുന്നു. പേയ്മെൻറ്റ് ഡണ്ണായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ സൈറ്റ് വരിക. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്താൽ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഫോൺ പേ വഴി പേയ്മെൻറ്റ് ചെയ്താൽ UTR ID കൊടുക്കുക. നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ UTR ID എവിടെ കൊടുക്കണം, അതാണ്ട് ഈ മെയിലിൽ കൊടുക്കണം. എന്നിട്ട് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എൻ്റർ ചെയ്യുക, പേ കൊടുക്കുക. പിന്നെ നിങ്ങൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്, ട്രാൻസാക്ഷൻ ID ആണ് കൊടുക്കേണ്ടത് കേട്ടോ, മെയിലിൽ ഇതാ ഇവിടെ. പിന്നെ നമ്മൾ Paytm വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്, RIF നമ്പർ ID ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഡൗട്ടൊന്നും വേണ്ടതാണ്, ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. ഹൗ ടു ഫണ്ട് ആടെന്ന് പറയുന്ന വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ള് ക്ലിയർ ആവും. അപ്പോൾ ഞാനിവിടെ എൻ്റെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ UTR ID എടുക്കുകയാണ്. UTR ID എവിടെയാണ്, അതിൻ്റെ താഴെയുണ്ട് UTR ID കേട്ടോ. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫോൺ പേയിലേക്ക് വരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണണം കേട്ടോ, ഹൗ ടു ഫണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഗൂഗിൾ പേ വഴിയും Paytm വഴിയും ഫോൺ പേ വഴിയും എങ്ങനെ ഫണ്ട് ആടാക്കാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് മേളത്തെ ബോക്സിനകത്തേക്ക് നമ്മുടെ UTR ID എൻ്റർ ചെയ്യുന്നു. ഓക്കെ, UTR ID എൻ്റർ ചെയ്തു. ശേഷം രണ്ടാമത്തെ ബോക്സ് എമൗണ്ട് എന്നുള്ള ബോക്സ് എത്രയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്തതെന്നുള്ളത്. ഇവിടെ 1000 ഒന്നും പോയി എൻ്റർ ചെയ്തത് ആടാവത്തില്ല, പിന്നെ അത് പണിയാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ആപ്പ് വഴി എത്ര രൂപയാണോ പേയ്മെൻറ്റ് ചെയ്തത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഫോൺ പേ വഴി ഇല്ല UTR ID കൊടുത്തു. എന്നിട്ട് ഫോൺ പേ വഴി ഞാൻ പേയ്മെൻറ്റ് എത്രയാണ് ആഡ് ചെയ്തത്, 250 രൂപയാണ്. അപ്പോൾ നമ്മളിവിടെ 280 എന്നുള്ളത് എമൗണ്ട് എന്നുള്ള ബോക്സ് എൻ്റർ ചെയ്യുന്നു കൃത്യമായിട്ട്. എന്നിട്ട് നമ്മളിവിടെ പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോഡിംഗ് ആയിട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു വരും കണ്ടോ, ഫണ്ട് ആഡ് സക്സസ്ഫുൾ, ഫ്യൂ സെക്കൻഡ്, ഒരു 5-10 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ബാലൻസ് വരും. അപ്പോൾ ഞാനിവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ കേരള ബൂസ്റ്റർ എന്ന് എഴുതിയേക്കുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നാണ്ട ഇവിടെ ഫണ്ട് വരും, ബാലൻസിൽ ഫണ്ട് വരും. എന്നാണ് ഇവിടെ കറൻറ്റ് ബാലൻസിൽ ഫണ്ട് വരും. എന്നിട്ട് ആ ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. യൂട്യൂബ് സബ്സ്ക്രൈബർ ഓർഡർ ചെയ്യണമെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്താൽ മതി. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഓർഡർ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ യൂസർ നെയിം എൻ്റർ ചെയ്താൽ മതി. അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം കേട്ടോ. ഞാൻ ഇവിടെ റീഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഫണ്ട് ഇതുവരെ വന്നിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് വരും. ഓക്കെ, ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യാനാണ് അതിന് വരിക. അത് ആ ഫണ്ട് ആഡായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ലൈവായിട്ട് തന്നെ ഈ വീഡിയോ കാണിക്കുന്നുണ്ടല്ലോ, ഒരു സ്കിപ്പ് പോലും വെക്കാതെ. പിന്നെ എനിക്ക് ഈ ഫോളോവേഴ്സ് ഓർഡർ ചെയ്താലേ ഈ ഫോളോവേഴ്സ് കയറുന്നതൊന്നും പ്രൂഫ് കാണിക്കാൻ പറ്റില്ല മച്ചന്മാർ. അത് വേറെ ഒന്നും കൊണ്ടല്ലെന്നേ, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും എൻ്റെ ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ. അതാണ് ഞാൻ എൻ്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂട്ടുന്ന വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. എന്നാൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കയറുന്ന പ്രൂഫോ ഒന്നും ഞാൻ കാണിക്കാറില്ല. പണ്ട് കാണിക്കുമായിരുന്നു, ഇപ്പോൾ കാണിക്കത്തില്ല, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഇതാണ്ട 280 രൂപ വന്നിട്ടുണ്ട്. 280 രൂപ വന്നു. കറൻറ്റ് ബാലൻസ് 280 രൂപ വന്നു. അപ്പോൾ ഞാൻ 1000 ഫോളോവേഴ്സാണ് ഓർഡർ ചെയ്യുന്നത്. 250 രൂപയാണ് 1000 ഫോളോവേഴ്സ്. വിഷമിക്കേണ്ട, കുറച്ച് ഫണ്ടേ ഉള്ളവർക്ക് വേണമെങ്കിൽ 500-100 ഫോളോവേഴ്സൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്, ചെറിയ എമൗണ്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫോളോവേഴ്സ് ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടി താഴോട്ട് വരുന്നു, സർവീസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുന്നു. ലിങ്ക് എന്നുള്ള ബോക്സിൽ എനിക്ക് ഫോളോവേഴ്സ് കൂട്ടേണ്ട അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അമൽ കൃഷ്ണൻ YT. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ക്വാണ്ടിറ്റി ബോക്സ് എത്ര ഫോളോവേഴ്സ് വേണം, 1000 ഫോളോവേഴ്സ്. 1000 ഫോളോവേഴ്സ് എന്ന് എൻ്റർ ചെയ്തു. 280 രൂപയാണ് വരുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് കൊടുക്കണം. ശേഷം പ്ലേസ് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു ടിക്ക് വരുന്നതാണ് കേട്ടോ, ഓർഡർ റിസീവ്ഡ്. ഇത് വന്നാൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും. ഇനി നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡർ സക്സസ് ആയിട്ടോ, കണ്ടോ ഗ്രീൻ കളറിൽ വന്ന് 0 ആയി. ഇനി ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും. അക്കൗണ്ട് പ്രൈവറ്റ് ആവരുത്, പബ്ലിക് ആയിരിക്കണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടാൻ നേരത്ത് യൂസർ നെയിം കൊടുത്താൽ മതി. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓർഡേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓർഡർ ചെയ്ത് ഹിസ്റ്ററിയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. എത്ര ഫോളോവേഴ്സ് കയറും, ഇൻ പ്രോഗ്രസ്സിലാണ് കിടക്കുന്നത്, കയറാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് പ്രൂഫ് കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഇൻസ്റ്റാഗ്രാം എടുത്ത് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അതുകൊണ്ടാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് കേരളത്തിൽ നിന്ന് കേരളക്കാരിറക്കിയ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഫോളോവേഴ്സും ലൈക്സും ട്രസ്റ്റഡ് ആയിട്ട് പൈസ ഇറക്കി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്.
പലരും പല ഇന്ത്യക്കാരുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് പലരും ഫണ്ട് നഷ്ടമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടൊന്നും നഷ്ടമാവാതെ കൊടുക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന ഫോളോവേഴ്സ് പക്കയായിരിക്കും ഈ സൈറ്റ് സംബന്ധിച്ച്. ഓക്കെ, അപ്പം എന്തായാലും പലർക്കും അക്കൗണ്ടിന് വല്ല പ്രോബ്ലം വരുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. ഒരു പ്രോബ്ലം വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡോ ഒന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി യൂസർ നെയിം മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പാസ്വേഡൊന്നും നമ്മൾ എങ്ങും കൊടുക്കുന്നില്ല. ഓക്കെ, എങ്ങും കൊടുക്കരുതെന്ന് ഞാൻ പറയും, കൊടുക്കരുത്. നമ്മളിവിടെ കൊടുക്കുന്ന ഉള്ളി യൂസർ നെയിം. ഫോട്ടോയ്ക്ക് ലൈക്ക് കൂട്ടുകയാണെങ്കിൽ ഫോട്ടോയുടെ ലിങ്ക്, പിന്നെ റീലിന് കൂട്ടാൻ റീലിന് ലിങ്ക്, അതൊന്നും ഇഷ്യൂള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സൈറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തേക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി, കാരണം നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനെങ്കിൽ ഇത്രയും ലെങ്ത് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാൻ വെച്ചാൽ ഇറ്റ്സ് മീ അമൽ കൃഷ്ണ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഫ്രീ ഫോളോവേഴ്സിൻ്റെ വല്ല ആപ്പോ വെബ്സൈറ്റും കണ്ടുപിടിച്ച് വീഡിയോ ആയിട്ട് വരാം. ബൈ മച്ചാമാരെ.